ഞാൻ നേതൃത്വത്തിൽ നിന്ന് ഒഴിയാൻ തയ്യാറാണ്. ശിവസൈനികർ ആവശ്യപ്പെട്ടാൽ പദവികൾ ഒഴിഞ്ഞു തരാം. ഒരു കാലത്ത് മഹാരാഷ്ട്രയുടെ വിധിയും ഗതിയും നിശ്ചയിച്ച, രാജ്യത്തെ ഒട്ടാകെ വിറപ്പിച്ച ശിവസേന എന്ന മഹാപ്രസ്ഥാനത്തിൻ്റെ ഷഷ്ടിപൂർത്തി വേളയിൽ പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്തുനിന്നുയർന്ന ദയനീയ വിലാപം. ഒരു കുറ്റസമ്മതമായിരുന്നു അത്. പക്ഷേ ചരിത്രത്തിൽ ചില കുറ്റസമ്മതങ്ങൾക്ക് പ്രസക്തി ഉണ്ടാകില്ല. കാരണം അപ്പോഴേക്കും വൈകിപ്പോയിരുന്നു. ആജ്ഞാപിച്ചു മാത്രം ശീലിച്ച ഒരു വംശാവലി ഇരന്നു വാങ്ങിയ പതനം. 60-ാം പിറന്നാളിൽ ഒരേ സമയം 2 വാർഷികാഘോഷങ്ങൾ. ഒന്നിൽ വിലാപം, മറ്റൊന്നിൽ അട്ടഹാസം. നമസ്കാരം. ചെക്ക് പോസ്റ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇത് അധികാരപ്രമത്തതയുടെയും ആദർശച്യുതിയുടെയും കഥ. ഒരു കാലത്ത് ഹിന്ദുത്വത്തിൻ്റെ സിംഹഗർജനം കൊണ്ട് മഹാരാഷ്ട്രയെ വിറപ്പിച്ച ഒരു പ്രസ്ഥാനത്തിൻ്റെ വാഴ്ചയുടെയും ദയനീയമായ വീഴ്ചയുടെയും കഥ. അണികളില്ല, പോരാടാൻ സ്വന്തമായി ചിഹ്നമില്ല, നെഞ്ചേറ്റാൻ ഒരു ആദർശവുമില്ല. മാതോശ്രീയുടെ 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിപ്പോയ വെറുമൊരു നിഴൽ മാത്രമാണ് ഇന്ന് ഈ ഉദ്ധവ് സേന. അധികാര കസേരയ്ക്ക് വേണ്ടി ആത്മാവ് വിറ്റവർക്ക് കാലം കാത്തുവെച്ച വിധി. നമുക്കല്പം ചരിത്രത്തിലേക്ക് തിരിച്ചു നടക്കാം. 60കളിലെ മുംബൈ, യന്ത്രവൽക്കരണത്തിൻ്റെ സുവർണകാലം. വ്യവസായ വിപ്ലവത്തിൻ്റെ കാറ്റേറ്റ് മുംബൈ വളർന്നു. രാജ്യത്തിൻ്റെ സാമ്പത്തിക തലസ്ഥാനമായി. പക്ഷേ സ്വന്തം മണ്ണിൽ മറാഠി യുവാക്കൾ പിന്തള്ളപ്പെട്ടു. ജോലികളിൽ ഭൂരിഭാഗവും അന്യസംസ്ഥാനക്കാർ കൈയടക്കി. ആ അവഗണനയ്ക്കെതിരെ ഒരു കാർട്ടൂണിസ്റ്റിൻ്റെ പേന ചലിച്ചു, ബാൽ താക്കറെ. തൻ്റെ മാർമിക് എന്ന മാസികയിലൂടെ അദ്ദേഹം തദ്ദേശീയരുടെ നെഞ്ചിലേക്ക് തീപ്പൊരി പകർന്നു. മുംബൈയിലെ തെരുവുകളിൽ ഒരു പുതിയ ശബ്ദമുയർന്നു, ശിവസേന. ഒരേ ഒരു ലക്ഷ്യം, മറാഠി മണ്ണിൽ മറാഠി യുവാക്കൾക്ക് ജോലി ഉറപ്പാക്കണം, കുറഞ്ഞത് 80%. ഛത്രപതി ശിവജിയുടെ പൈതൃകം പാർട്ടിയുടെ ഊർജമായി മാറി. പക്ഷേ അവകാശ പോരാട്ടം പലപ്പോഴും അക്രമാസക്തമായി. ലുങ്കിവാലകളെ തുരത്തുക എന്ന മുദ്രാവാക്യമുയർന്നു. ദക്ഷിണേന്ത്യക്കാർക്കും ഉത്തരേന്ത്യക്കാർക്കും നേരെ വ്യാപകമായ ആക്രമണങ്ങൾ നടന്നു. മുംബൈയെ ഭയത്തിൻ്റെ നിഴലിൽ നിർത്തിയാണ് ശിവസേന വളർന്നതെന്ന് വിമർശകർ കുറ്റപ്പെടുത്തി. മറാഠ വികാരത്തിൽ നിന്ന് പിന്നീട് തീവ്ര ഹിന്ദുത്വത്തിലേക്ക് ശിവസേന വളർന്നു. ഭാരതത്തിൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ കാവലാളായി മാറി. തിരഞ്ഞെടുപ്പിൽ താക്കറെ മത്സരിച്ചില്ല, ഒരു പദവിയും മോഹിച്ചില്ല. പക്ഷേ മാതോശ്രീ എന്ന വീട്ടിലിരുന്ന് റിമോട്ട് കൺട്രോളിലൂടെ ബാൽ താക്കറെ ഭരണം നിയന്ത്രിച്ചു. കിങ് മേക്കർ. ആരോപണങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി എത്തി. ഭീഷണികളും കേസുകളും വന്നെങ്കിലും താക്കറെ കുലുങ്ങിയില്ല. താക്കറയുടെ വിയോഗശേഷം പിന്മുറക്കാരുടെ കൈകളിലേക്ക് പാർട്ടി എത്തി. ആൽമരത്തിൻ്റെ തണലിൽ വളർന്നവർക്ക് അതിൻ്റെ വേരുകളുടെ ശക്തി അറിയില്ലായിരുന്നു. (2019) ചരിത്രം വഴിമാറി. മഹാരാഷ്ട്ര കാവിയിൽ അലിഞ്ഞ നിമിഷം. ജനവിധി വ്യക്തമായിരുന്നു. BJPയും ശിവസേനയും ചേർന്ന സഖ്യത്തിന് വൻ ഭൂരിപക്ഷം. പക്ഷേ ആഹ്ലാദ പ്രകടനങ്ങൾക്കിടയിലും മാതോശ്രീയിൽ മറ്റൊരു കളി നടക്കുകയായിരുന്നു. അധികാരം നേതൃസേനയെ അന്ധമാക്കിയ നിമിഷം. BJPക്കൊപ്പം നിന്ന് വോട്ട് ചോദിച്ച് ജയിച്ച ശിവസേന പെട്ടെന്ന് വഴിമാറി. അധികാരത്തിൻ്റെ ചതുരംഗപ്പലകയിൽ ഉദ്ധവ് താക്കറെ കരുക്കൾ നീക്കി. ലക്ഷ്യം ഒന്നു മാത്രം, മുഖ്യമന്ത്രി കസേര. ആർക്കെതിരെയാണോ 50-ലധികം വർഷം ബാൽ താക്കറെ പോരാടിയത്, ആ കോൺഗ്രസിൻ്റെ മുമ്പിൽ അവർ തലകുനിച്ചു. ശരത് പവാറിൻ്റെ NCPയുമായി സഖ്യമുണ്ടാക്കി. മഹാവികാസ് അഘാഡി എന്ന അവിശുദ്ധ കൂട്ടുകെട്ട് പിറന്നു. അവിടെ തുടങ്ങി പാർട്ടിയുടെ പതനം. അവിശുദ്ധ സഖ്യം തീവ്ര ശിവസൈനികർക്ക് ദഹിച്ചില്ല. ഹിന്ദുത്വത്തിൻ്റെ സിംഹഗർജനം കേട്ടിരുന്ന മണ്ണിൽ പ്രീണനത്തിൻ്റെ പുതിയ ശബ്ദങ്ങൾ ഉയർന്നു. അധികാരത്തിൻ്റെ മുകളിൽ ഉദ്ധവ് താക്കറെ ഇരുന്നു. പക്ഷേ താഴെ
പാർട്ടിയുടെ വേരുകൾ ഒന്നൊന്നായി അഴുകിത്തുടങ്ങിയിരുന്നു. അഴിമതിയും അക്രമങ്ങളും പാർട്ടിക്ക് പുത്തരിയല്ലായിരുന്നു. പക്ഷേ ആദർശത്തിൻ്റെ പിൻബലമില്ലാത്ത അഴിമതി ഭരണത്തെ ജനങ്ങൾ വെറുത്തു. സ്വന്തം അണികൾ പോലും നേതാക്കളുടെ വഴിവിട്ട നയങ്ങളിൽ ശ്വാസം മുട്ടി. ഇതിനിടെ മകൻ ആദിത്യ താക്കറെയുടെ ഇടപെടലുകൾ പാർട്ടിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കി. ആദർശ രാഷ്ട്രീയത്തിനു പകരം ആഡംബര ക്ലബ് സംസ്കാരം പാർട്ടിയിലേക്ക് വന്നു. ബോളിവുഡ് താരങ്ങളുടെ ദുരൂഹ മരണങ്ങളും കൊലപാതക ആരോപണങ്ങളും വരെ താക്കറെ കുടുംബത്തിൻ്റെ പടിവാതിൽക്കലെത്തി. കോവിഡ് കാലത്തെ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി കഥകളിൽ ആദിത്യയുടെ കൂട്ടാളികൾ പ്രതിക്കൂട്ടിലായി. പാർട്ടിയുടെ അടിസ്ഥാന ലക്ഷ്യവും ധർമ്മവും മറന്ന് കേവലം വോട്ട് ബാങ്കിനും ന്യൂനപക്ഷ പ്രീണനത്തിനുമായി എന്തും ചെയ്യാൻ മടിക്കാത്ത തരത്തിലേക്ക് മകൻ ആദിത്യ താക്കറെ വഴിതെറ്റിയപ്പോൾ നിയന്ത്രിക്കാൻ ഉദ്ധവിന് കഴിഞ്ഞില്ല. നിസ്സഹായനായ ഉദ്ധവ് പാർട്ടിയെ നാശത്തിലേക്ക് നയിക്കുകയായിരുന്നു. ഏകനാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിൽ പാർട്ടി പിളർന്നു. ബംഗാൾ മുതൽ മഹാരാഷ്ട്ര വരെ ഇന്ന് പിളർപ്പുകളുടെ പുതിയൊരു മോഡൽ രൂപപ്പെട്ടിരിക്കുന്നു. പാർട്ടി വിട്ട് മറ്റൊന്നിൽ ചേരുന്നതിനു പകരം ഔദ്യോഗിക പാർട്ടി തന്നെ കൈയടക്കുന്ന പുതിയ ശൈലി. ഉദ്ധവ് പക്ഷത്തെ എംപിമാരെ പോലും അടർത്തിയെടുത്ത് ഷിൻഡെ ക്യാമ്പ് കരുത്തുകാട്ടി. അതിനിടെ ഏറ്റവും ഒടുവിൽ ഉദ്ധവ് താക്കറെ നടത്തിയ വിചിത്രമായ ഒരു പ്രസ്താവന മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ എല്ലാവരെയും നടുക്കിയിരിക്കുകയാണ്. ദേവേന്ദ്ര ഫട്നാവിസിൻ്റെ ഒരു അഭ്യുദയകാംക്ഷിയാണ് താനെന്ന് പറഞ്ഞ താക്കറെ 2029 ഫട്നാവിസ് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായാൽ താൻ പിന്തുണയ്ക്കുമെന്നും പ്രഖ്യാപിച്ചു. ഒരു പ്രതിപക്ഷ നേതാവ് ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയതിനു പിന്നിലെ കാരണം തിരയുകയാണ് എല്ലാവരും. ഫട്നാവിസ് എന്നെ ശത്രുവായി കാണുന്നുണ്ടെങ്കിൽ കണ്ടോട്ടെ, പക്ഷേ ഞാൻ അദ്ദേഹത്തിൻ്റെ നന്മ ആഗ്രഹിക്കുന്നയാളാണ്. മഹാരാഷ്ട്രയിൽ നിന്നൊരാൾ പ്രധാനമന്ത്രിയാകുകയാണെങ്കിൽ തൻ്റെ പാർട്ടി എന്തിനാണ് അതിനെ എതിർക്കുന്നത് എന്നും അദ്ദേഹം ചോദിച്ചു. ഫട്നാവിസിൻ്റെ കസേര സുരക്ഷിതമായിരിക്കാൻ താൻ ഷിർദി ബാബ ക്ഷേത്രത്തിൽ പോയി പ്രത്യേക പ്രാർത്ഥന നടത്തിയായും താക്കറെ കൂട്ടിച്ചേർത്തു. അതേസമയം അടിത്തട്ടിൽ കളി തുടരുകയാണ്. അടുത്ത ആഘാതം ശിവസേനയുടെ നെടും തൂണായ BMCയിലാണ്. ഉദ്ധവ് ക്യാമ്പിലെ കോർപ്പറേറ്റർമാരെല്ലാം ഷിൻഡെയുമായി അതിനുള്ള ചർച്ചയിലാണ്. നേതൃത്വവുമായി സംസാരിക്കാൻ പോലും ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടാതെ മാസങ്ങളോളം കാത്തിരിക്കേണ്ടി വന്ന ജനപ്രതിനിധികളുടെ കൂട്ടക്കലാപം. ഇതിലും വലിയൊരു തിരിച്ചടി ശിവസേനയുടെ ചരിത്രത്തിലുണ്ടായിട്ടില്ല. പാർട്ടിയുടെ പേരും ഔദ്യോഗിക ചിഹ്നമായ അമ്പും വില്ലും ഉദ്ധവിന് നഷ്ടമായി. താക്കറെ കുടുംബത്തിന് സ്വന്തം പാർട്ടിയിൽ അന്യരാകേണ്ടി വന്നു. തങ്ങളുടെ മാന്ത്രിക സംഖ്യ തികയുമ്പോൾ ബാക്കിയുള്ള അണികളും കൂടുമാറുമെന്ന് വിമതർ ഉറപ്പിച്ചു പറയുന്നു. 3-2 NDAയുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിലേക്ക് ഇനി എത്ര കാതം എന്ന് കൗതുകത്തോടെ കാത്തിരിക്കുന്നവരുടെ മുഖത്ത് നേരിയ മന്ദഹാസം. മറുമുന്നണിയിൽ കനത്ത മ്ലാനത. ഇത് കേവലം ഒരു പാർട്ടിയുടെ പിളർപ്പല്ല. അധികാരത്തിനു വേണ്ടി ആത്മാവ് വിറ്റവർക്ക് കാലം കാത്തുവെച്ച വിധി. അടിത്തട്ടിലെ അണികളെ മറന്ന് അഹങ്കാരത്തോടെ ഭരിച്ചവർക്ക് സ്വന്തം കോട്ടകൾ ഒന്നൊന്നായി തകരുന്ന ദയനീയ കാഴ്ച. ഒരു കാലത്ത് മഹാരാഷ്ട്രയുടെ ഗതിയും വിധിയും നിർണയിച്ച മഹാമേരുവിൻ്റെ പതനം. ചെക്ക് പോസ്റ്റിൻ്റെ ഈ ലക്കം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി.